ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയതിൽ നിന്ന് കൂടുതൽ ഇളവുകൾ നൽകാനാകും ധാരണയായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പിന്നാമ്പുറം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ വാഹന മോഡിഫിക്കേഷൻ എന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലെ ജൻസികളെയും യുവാക്കളെയും ഒക്കെ UDF-ലേക്ക് ആകർഷിക്കുന്നതിൽ ഇതൊരു നിർണായകമായി എന്നതാണ് കരുതുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ആദ്യം തയ്യാറാക്കിയ മോഡിഫിക്കേഷൻ പട്ടികയ്ക്കെതിരെ വ്യാപക വിമർശനവും പരിഹാസവും ഒക്കെയായിരുന്നു. ഇപ്പോഴുള്ളതെല്ലാം തന്നെ വീണ്ടും അനുവദിച്ച് ജൻസികളെ പൂക്കി മുഖ്യമന്ത്രി പറ്റിച്ചു എന്നതൊക്കെയായിരുന്നു വിമർശനം. ഇത്തവണ പറ്റിക്കുമോ? വണ്ടിപ്രേമികളുടെ കാത്തിരിപ്പ് വല്ലതും നടക്കുമോ? നമ്മളെ കാണിക്കാൻ കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ 18 മോഡിഫിക്കേഷനുകൾ നിലവിലുള്ളതല്ലേ എന്നുള്ളതായിരുന്നു അന്ന് ട്രോളിന് വിധേയമായത്. പക്ഷേ അതിൽ തന്നെ ചിലതൊക്കെ നിയമവിധേയമാകുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ അതിനപ്പുറം കടന്ന് ഇപ്പോൾ അതൊക്കെ അന്ന് ട്രോളായതൊക്കെ മുഖ്യമന്ത്രിക്കും കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ചില പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഒരു വിദഗ്ധ സമിതി ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാർ ഷോറൂമുകളിൽ പോയി ഇതൊക്കെ ചെയ്യുന്നവർക്ക് സർക്കാരിലേക്കും ഒരു വിഹിതം അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ സർക്കാർ ഇതിനൊക്കെ, അതായത് ഇന്ന രീതിയിൽ ഇന്ന മോഡിഫിക്കേഷന് ഇത്ര രൂപ സർക്കാരിലേക്ക് മോട്ടോർ വാഹന വകുപ്പിലേക്ക് അടയ്ക്കണം എന്നൊരു നിബന്ധനയോടുകൂടിയായിരിക്കും ഈ മോഡിഫിക്കേഷനുള്ള അനുമതി വരുന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ മോഡിഫിക്കേഷൻ നടത്താൻ കാത്തിരിക്കുന്ന വാഹനപ്രേമികളെ, ജൻസികളെ, പൂക്കികളെ ഒരു 100 ദിവസം കൂടി കാത്തിരിക്കാം. അതങ്ങ് വരുമെന്നാണ് വരുന്ന സൂചനകൾ. മുഖ്യമന്ത്രി 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിലൊക്കെ ഒരു തീരുമാനമാക്കുമെന്ന സൂചനകൾ നമ്മൾ കേൾക്കുകയാണ്.